ഇത് 2016 മോഡൽ VXi ഓട്ടോമാറ്റിക്. വെറും 8600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8600 ഇത്ര കാലമായിട്ട് ഓടിയിട്ടുള്ളൂ. ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു പുത്തൻ വണ്ടി എടുക്കാൻ നോക്കുന്ന തീർച്ചയായും 3,85,000 നമ്മള് ആസ്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. വെറും 3,85,000 രൂപക്ക് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് തുച്ഛമായ കിലോമീറ്റർ ഓടിയാൽ അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൊടുക്കാൻ ചെറിയ വിലക്ക് കൊടുക്കാൻ കഴിയും. എത്ര കൊടുക്കാം? 2,85,000 രൂപ. 2016 LXi റീ രജിസ്ട്രേഷൻ വണ്ടി. 286 മോഡലില് 17 രജിസ്ട്രേഷൻ, പ്ലാറ്റിനം ന്യൂ ടൈപ്പ്. ഓണർഷിപ്പോ സിംഗിൾ ഓണർ വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടില്ല? 99,000 കിലോമീറ്റർ. 6,75,000 രൂപ കൊടുക്കാം. അതെ. ലോൺ ചെയ്യാൻ പറ്റും? അതിന് ഒരു 80%. ഹലോ ഗൈസ്, മലയാളി മീഡിയയിൽ ഒരു കിടുക്കാച്ചി എപ്പിസോഡിലേക്ക് എന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു എംലെസ് കാഴ്സ് പാണ്ടിക്കാട്ടിൽ. ഗൈസ്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തില്ല, ഏകദേശം 90% വണ്ടികളും സോൾഡ് ആയിക്കണു. അപ്പൊ അതാ പുതിയ സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. മുത്തുക്ക് എന്തൊക്കെ ഓഫറുകൾ നിങ്ങൾക്ക് വാരിക്കോരി തരുന്നുണ്ട് എന്ന് കേട്ടു. അപ്പൊ എന്താണ് നമുക്ക് ചോദിച്ചറിയാം. ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു വിട്ടാലോ? സ്വിഫ്റ്റ് ഡിസയർ 2 കളക്ഷൻ, ഡീസൽ, ഓട്ടോമാറ്റിക്, കേട്ടൻ, ചെറുവണ്ടിയായിട്ടുള്ള സെലേറിയോ, ഓട്ടോമാറ്റിക് ബ്രസ, ക്രെറ്റ ബ്രസ, അതുപോലെ തന്നെ റിഡ്സിന്റെ ഒരു കളക്ഷൻ. ഇതാ വീണ്ടും ഒരു എത്തിയോസ്, സ്വിഫ്റ്റ് ഡിസയർ, ആൾട്ടോ, ഐട്ടന്, വീണ്ടും ആൾട്ടോ, റിഡ്സ്. ഇതാ കിടക്കാച്ച ഒരു ഡീസൽ കുറഞ്ഞ ഓട്ടോ ഓടിയ സ്വിഫ്റ്റ്. മുത്തുക്ക മലയാളി മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. നമ്മുടെ ഷോറൂമിന്റെ പ്രോപ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും? നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ പാണ്ടിക്കാട് ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ, മഞ്ചേരിന്ന് വരികയാണെങ്കിൽ 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ. നമ്മുടെ സ്ഥലത്തിന്റെ പേര് വെള്ളുവങ്ങാട്. പ്രോപ്പർ ലൊക്കേഷൻ വെള്ളുവങ്ങാട്. ഓക്കെ. നമ്മുടെ ഷോറൂമിൽ ഏകദേശം ഇപ്പൊ എത്ര വണ്ടികൾ കറന്റ്? നമ്മളിപ്പോ ഒരു 10-18 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. നമ്മളെ മുമ്പത്തെ സ്റ്റോക്കുകളൊക്കെ പോയി. 90% വണ്ടികളും പോയി. ഇനി കയറാനുണ്ടാവും. ഇപ്പോ പിന്നെ കുറച്ച് വണ്ടി കൂടി കയറാനുണ്ട്. ഇപ്പൊ ആയിട്ടില്ല. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് വല്ല വണ്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് തീർച്ചയായിട്ടും നമ്മളിവിടുത്തെ വണ്ടികൾ എങ്ങനെയുണ്ട്, കണ്ടീഷനും കാര്യങ്ങളൊക്കെ? നമ്മളൊരു 95% വണ്ടികളും നമ്മൾ റീപ്ലേസ്, മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങൾ ഇല്ലാത്ത വണ്ടികളായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനത്തെ വണ്ടികൾ നമ്മൾ എടുക്കലേ അല്ല. റിസ്ക് എടുക്കാനാവില്ല, ടെൻഷൻ അടിക്കാനാവില്ല. ചെറിയ റീപ്ലേസ്മെന്റ് മൈനർ ആയിട്ടുള്ള എന്തെങ്കിലും അപൂർവം റയർ ആയിട്ടുള്ള വണ്ടികളിൽ മിക്ക വണ്ടികളും നമ്മള് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളായിരിക്കും. 95% വണ്ടികൾ പറഞ്ഞിട്ട് കൊടുക്കാം. 100%. നമ്മളടുത്തുള്ള വണ്ടികളുടെ ഫുൾ ലിസ്റ്റ്, അതായത് അതിന്റെ A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി വിത്ത് എക്സ്പെൻസ് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കും. പിന്നെ ഓഫർ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സിന്? തീർച്ചയായിട്ടും. നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ, അതായത് വിലയില് സ്പെഷ്യൽ ഓഫർ ആയിട്ട് കൊടുക്കും. വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത്. തീർച്ചയായിട്ടും. നമ്മുടെ മലയാളി മീഡിയ കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെട്ടു. ആദ്യമായിട്ട് നമുക്ക് ക്ലീൻ ആൻഡ് നീറ്റ് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ മെന്നും തുടങ്ങാം അല്ലെ? 20ന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന ക്വാളിറ്റി വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡല് VDI ഓപ്ഷൻ. അതെ, 60,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. അത് കറക്റ്റ് സർവീസ് അവൈലബിൾ ആണ്. മേജർ ആക്സിഡന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. ഗ്യാരണ്ടി പറയാം? ഗ്യാരണ്ടി. ഇവിടെ കാർബൺ ഫൈബറിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ടയർ ഒരു 50% ടയർ ഉണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത വാഹനമാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ പക്കയാണ്. സ്ക്രാച്ചും കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ഇത് എക്സ്ട്രാ ചെയ്താണോ? അതെ, സീറ്റ് കവർ എക്സ്ട്രാ ചെയ്താണല്ലേ? ഓക്കെ. 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, എയർ ബാഗ്, ABS തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടി. തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റി വാഹനം നോക്കുന്നവർക്ക് പറ്റിയ വണ്ടി കേട്ടോ. മൈലേജും ഉണ്ടാവും. എത്ര ആസ്കിംഗ് പ്രൈസ്? നമ്മള് 7,40,000 രൂപ. 7,40,000 രൂപ കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും? ഒരു 80%-85% ലോൺ ചെയ്യാം. ഓക്കെ. നമുക്ക് വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയറിനെ പരിചയപ്പെടാം. ഇതും ഡീസൽ ആണ് അല്ലേ? അതെ. ഇത് ZDI ആണ്. അപ്പൊ 4 വീൽസ് ഒക്കെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ. കമ്പനിന് ഇൻബിൽഡ് ആയിട്ട് ഒരുപാട് ഓപ്ഷൻസ് കൊടുക്കുന്ന വാഹനമാണ്. ഡീറ്റെയിൽ എങ്ങനെയായിരുന്നു വണ്ടിന്റെ? 2017 മോഡൽ ZDI, 47,000 കിലോമീറ്റർ. 47,000 കിലോമീറ്റർ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി പറയാം അല്ലേ? ഗ്യാരണ്ടി. മൈനർ റീപ്ലേസ്, ബമ്പർ കാര്യങ്ങൾ അല്ലാതെ മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ടയർ ഏകദേശം 80-90% ടയറും 90% തന്നെ ഉണ്ട് ടയർ.
പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്ന സൈഡിലോട്ട് വരികയാണെങ്കിൽ പുഷ് ബട്ടന് 4 പവർ വിൻഡോ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. റിയർ AC വരുന്നുണ്ട്. ഇതിന് എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മള് 6,70,000 രൂപ. 6,70,000 രൂപക്ക് സ്വിഫ്റ്റ് ഡിസയർ ഫുൾ ഓപ്ഷൻ വണ്ടി ആണ്. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കൂലേ? മാക്സിമം ലോൺ കൊടുത്തൂടെ? മാക്സിമം 90% ലോൺ പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ കസ്റ്റമർക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ആൾട്ടോ K10 പരിചയപ്പെടാം. ഇത് ലേഡീസിന് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫാമിലിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മെയിൻ്റെനൻസ് സൂപ്പർ വണ്ടി, സൂപ്പർ വാഹനമാണ്. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരും? ഇത് 2016 മോഡൽ VXI ഓട്ടോമാറ്റിക്. വെറും 8,600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,600 ഇത്ര കാലമായിട്ട് ഓടിയിട്ടുള്ളൂ. ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു പുത്തൻ വണ്ടി എടുക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഇത് പിന്നെ സർവീസ് കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് സർവീസ്. ഓണർ പിന്നെ സിംഗിൾ ആയിരിക്കും. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ ആക്സിഡൻസ് ഒന്നുമില്ല. ബമ്പർ കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട്. ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ബമ്പർ റീപ്ലേസ്മെന്റ് ഉണ്ട്. ഫുൾ ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുക. വെറും 8,600 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിലും ഒരു പുത്തൻ വണ്ടിയുടെ ഫീല്. സീറ്റും കാര്യങ്ങളും, സീറ്റിന്റെ കവറൊന്നും ഇപ്പോഴും അഴിച്ചിട്ടില്ല, നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം വണ്ടി? നമുക്ക് 3,80,000 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കാം. വെറും 3,80,000 രൂപക്ക് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് തുച്ഛമായ കിലോമീറ്റർ ഓടിയ വണ്ടി സ്വന്തമാക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഇതേ സെഗ്മെന്റിൽ പെടുന്ന ഒരു വാഹനമാണ് സെലേറിയോ. ഇത് പെട്രോൾ ആണല്ലേ? പെട്രോൾ 2020 മോഡൽ 20 VXI വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുണ്ട്. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതെ. ഓക്കെ. അപ്പൊ സർവീസ് പക്ക. ടയർ ഏകദേശം ഒരു ആവറേജ് ടയർ ഒരു 50% വരുന്നുണ്ട്. ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി തന്നെയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഗ്യാരണ്ടി. പിന്നെ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? VXI. ഓക്കെ. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ 4 പവർ വിൻഡോ, സീറ്റ് കവർ വരുന്നുണ്ട്. സ്റ്റീരിയോ ചെയ്തിട്ടില്ല അല്ലേ? സ്റ്റീരിയോ ചെയ്തിട്ടില്ല. അത് അങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ്. അവർ അങ്ങനെ ഒരു വണ്ടി ഇറക്കിയപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് പോകുന്നത്. എത്ര ചോദിക്കുന്നു വണ്ടിക്ക്? അത് 4,95,000 രൂപ. 4,95 കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാം. മാക്സിമം ലോൺ ചെയ്യാലേ? ഇപ്പൊ പറഞ്ഞ റേറ്റ് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു കൊടുക്കാം. ഡീസലില് നല്ല മൈലേജ് കിട്ടുന്ന ഒരു SUV സെഗ്മെന്റിൽ പെടുന്ന വാഹനമാണ് വിറ്റാര ബ്രസ. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? 2019 മോഡൽ ZDI ഓട്ടോമാറ്റിക്. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. സ്റ്റീരിയോ തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് കമ്പനി കൊടുക്കുന്ന വാഹനമാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ലേ വണ്ടിക്ക്? ബോണറ്റ് റീപ്ലേസ്മെന്റ് ഉണ്ട്. മേജർ ആക്സിഡൻസ് അല്ല, ബോണറ്റ് റീപ്ലേസ്മെന്റ് ആണ്. അതോടനുബന്ധിച്ച് ബമ്പറും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ഉണ്ട്. ഒരു 50-60 രൂപന്റെ ക്ലെയിം ഉണ്ട്. അതിനനുസരിച്ചുള്ള പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. റിവേഴ്സ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. ഡീഫോഗർ, റിയർ വൈപ്പർ തൊട്ട് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ്. ഇന്ത്യൻ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ 4 പവർ വിൻഡോ, പുത്തൻ സീറ്റ് കവർ, എയർ ബാഗ്, ഓട്ടോമാറ്റിക് AC, സ്റ്റീരിയോ, ഹാൻഡ് റെസ്റ്റ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? ഓട്ടോമാറ്റിക് 9,80,000 രൂപ. മാർക്കറ്റിൽ ഏകദേശം എത്ര വില വരുന്നുണ്ട്? നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിൽ ഉണ്ടായിരുന്ന വണ്ടി 33,000 റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഇട്ടിരുന്നത് 11 ലക്ഷമായിരുന്നു. 11 ലക്ഷം. ഈ വണ്ടി ഇപ്പൊ നമ്മൾ 9,80,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. മാരുതിയുടെ വണ്ടിയാണ്. ഡീസലാണ്. മൈലേജ് കിട്ടുന്ന ഓട്ടോമാറ്റിക് SUV ആണ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ക്രെറ്റ പരിചയപ്പെടാം. ഇത് ഡീസലോ പെട്രോളാ? ഇത് ഡീസൽ 2018 മോഡല് 1.4 E+ വേരിയന്റ്. ടയർ ഒരു 80% ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർ, 90,000 കിലോമീറ്റർ. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. കറക്റ്റ് കമ്പനി സർവീസാ? കറക്റ്റ് കമ്പനി സർവീസ് ആണല്ലേ. ടയർ അത്യാവശ്യം ഉണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി തന്നെയാണ്. ഇന്റീരിയർ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി തരക്കേടില്ലാത്ത സീറ്റ് തന്നെയാണ് വരുന്നത്. സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AC, എയർ ബാഗ് തൊട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 9,35,000 രൂപ. 9,35 കൊടുക്കാം. 18-19 രജിസ്റ്റർ ന്യൂ ടൈപ്പ് വണ്ടിയാണ്. 18-19 E+ ഡീസലാണ് കേട്ടോ, ആരും മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വീണ്ടും നമുക്കൊരു ബ്രസ പരിചയപ്പെടാം. ഇതും ഡീസലാണ് അല്ലേ? അതെ. ഇത് മോഡലും കാര്യങ്ങളൊക്കെ 2019 മോഡല് VDI ഓപ്ഷൻ
50,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, സിംഗിൾ കമ്പനി സർവീസ് അവൈലബിൾ ആണ്. ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. റിവേഴ്സ് ക്യാമറ സെൻസറും വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു വേരിയന്റ്? VDI ആണല്ലേ? അതെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ വണ്ടിക്ക്? ഇല്ലല്ലേ. ഗ്യാരണ്ടി പറയാല്ലേ? ഗ്യാരണ്ടി. ഓക്കെ. ഒരുപാട് കമ്പനി ഇൻബിൽഡ് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, 4 ഡോർ പവർ വിൻഡോ, ഓട്ടോമാറ്റിക് AC, സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. തരക്കേടില്ലാത്ത വാഹനം. എത്രയാണ് ആസ്കിംഗ് പ്രൈസ് വണ്ടി? നമ്മൾ 9,25,000 രൂപ. 9,25,000 കൊടുക്കാം. എത്ര ലോൺ ചെയ്യാന്? 80%. 80% ലോണും കയറൂല്ലേ വണ്ടി? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന വാഹനമാണ് റിഡ്സ്, അതും പെട്രോൾ വേരിയന്റ്. ഇതിന്റെ ഡീറ്റെയിൽസ് 2013 മോഡല്, 89,000 കിലോമീറ്റർ, ഓണർ സെക്കൻഡ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 89,000 കിലോമീറ്റർ. കറക്റ്റ് സർവീസ് ഉണ്ടാവും? സർവീസ് നമ്മള് കറക്റ്റ് ഇല്ല, പക്ഷെ മറിച്ചും തിരിച്ചൊന്നും ചെയ്തിട്ടില്ല. അതായത് കമ്പനിയിൽ കുറച്ച് സർവീസ് ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി വരുന്ന വണ്ടിയാണ്. ടയർ ഒരു ആവറേജ് ടയറും ഉണ്ട്. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ വലിയ മോശമില്ലാത്ത ഇന്റീരിയർ ആണ് വരുന്നത്. സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇത് 3,35,000 രൂപ. 3,35,000 കൊടുക്കാം. ലോൺ കയറും? 80% ഒക്കെ 80% ലോണും കയറും കേട്ടോ. ചെറിയ തുക ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിഡ്സ് സ്വന്തമാക്കാം അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു എത്തിയോസ് പരിചയപ്പെടാം. ഇത് നല്ല അടിപൊളി അട്രാക്റ്റീവ് അലൈവിലൊക്കെ ഇട്ടുള്ള വണ്ടിയില്ലേ? അതെ. 4 പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മോഡൽ 2016 മോഡല്, 17 രജിസ്ട്രേഷൻ, പ്ലാറ്റിനം ന്യൂ ടൈപ്പ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി, ഒറിജിനൽ കേരള വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടില്ല? 99,000 കിലോമീറ്റർ. 99. പിന്നെ ടയോട്ടന്റെ വണ്ടിയാണ്. പെട്രോൾ ഡീസലാ? ഡീസൽ DXD ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്. കമ്പനി അലൈവില് പുത്തൻ ടയറും വരുന്നുണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം. നമുക്ക് തീർന്നിട്ടുണ്ട്, എടുത്തു കൊടുക്കാം. നമ്മൾ എടുത്തു കൊടുക്കും. റിവേഴ്സ് സെൻസർ, ഡീഫോഗർ വരുന്ന വണ്ടിയാണ്. സീറ്റ് കവറും കാര്യങ്ങളൊന്നും തരക്കേടില്ല. ഇന്റീരിയറും അത്യാവശ്യം തരക്കേടില്ലാത്ത ഇന്റീരിയർ ആണ്. എത്ര ആസ്കിംഗ് പ്രൈസ് വണ്ടി? നമ്മൾ 6,75,000 രൂപ കൊടുക്കാം. 6,75,000 കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും? അതിന് ഒരു 80% ഒക്കെ ലോൺ ചെയ്യാം. 80% ലോണും ചെയ്യാം. ഓക്കെ. അപ്പോൾ വീണ്ടും നമുക്കൊരു വൈറ്റ് കളർ എത്തിയസ് ലീവ പരിചയപ്പെടാം. ഇത് മോഡലും കാര്യങ്ങളൊക്കെ 2016 GDSP ഡുവൽ എയർ ബാഗ് വരുന്ന വണ്ടി. അലൈവിൽ ഫിറ്റിംഗ്സ് ഉണ്ട്. അലൈവിലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ. സിംഗിൾ ഓണർ, കമ്പനി സർവീസ് 1,20 ഓടിയിട്ടുള്ളത്. കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആക്സിഡൻസ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം ഒരു ആവറേജ് ടയർ, ആവറേജ് ടയർ ആണ്. ഒറിജിനൽ കേരള വണ്ടി. രണ്ട് ഒറിജിനൽ കേരള വണ്ടി, രണ്ടും സിംഗിൾ ഓണർ വണ്ടി. രണ്ട് സിംഗിൾ ഓണർ ആണ്. ഇതൊക്കെ സർവീസ് ഉള്ള ക്വാളിറ്റി വണ്ടി കേട്ടോ. ഇന്ത്യയിൽ ഒക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഫിറ്റിംഗ്സ് എക്സ്ട്രാ കേറ്റിട്ടുള്ള വാഹനമാണ്. എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമ്മൾ 6 ലക്ഷം രൂപ ആസ്ക് ചെയ്യണത്. ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. 6 ലക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോളാ? ഡീസലാണ്. 2010 മോഡൽ. 10. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 5ാമത്തെ ഓണർഷിപ്പ് ആയിട്ടുണ്ട്. ഓണർഷിപ്പ് കുറച്ച് കൂടുതലുണ്ട്, പക്ഷെ വണ്ടി ക്വാളിറ്റി ഉണ്ട്. 2010 അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മേജർ ആക്സിഡൻസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് VDI ഓപ്ഷൻ. ഓക്കെ. തരക്കേടില്ലാത്ത ബോഡി ഷേപ്പും കാര്യങ്ങളും വരുന്ന VDI ഓപ്ഷനിൽ വരുന്ന ടയർ ആവറേജ് വരുന്ന. 20 വരികയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ എല്ലാം കമ്പനി കൊടുക്കുന്ന വാഹനമാണ്. ഇതിന് എത്രയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ്? 2,40,000 രൂപ. 2,40,000 കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും? ലോണ് കയറാൻ പ്രയാസകരം. മാക്സിമം റെഡി ക്യാഷ് അല്ലേ? അതെ. പിന്നെ ഒരു ഡിസയർ ഡീസലാണ്. ഡീസൽ ചെറിയ പൈസയുള്ള വണ്ടി, അത്യാവശ്യം നല്ല 22 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി. 2010 അപേക്ഷിച്ച് അത്യാവശ്യം നല്ല ഓണർഷിപ്പ് കൂടുതലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. 10 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും റിഡ്സ് പരിചയപ്പെടുന്നത് പെട്രോൾ ഡീസലാണ്. 2015 മോഡൽ, 16 രജിസ്ട്രേഷൻ. VDI ആണ്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഓട്ടോ എത്ര ഉണ്ട്? 89,000 കിലോമീറ്റർ. 89,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ടയർ ആവറേജ് വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഉണ്ട് ചെറുതായിട്ട്. 2-3 റീപ്ലേസ് ഉണ്ട്. ഡോറ്, മെയിൻ ഗ്ലാസ്, പിന്നെ ബോണറ്റ്. അബ്രോണ് വർക്ക് കാര്യങ്ങളൊന്നുമില്ല, മേജർ ഒന്നുമില്ല. ബമ്പർ ടമ്പർ ഇൻഷുറൻസിൽ ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ക്ലെയിം ചെയ്താണ്. 89,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അതിന്റേതായിട്ടുള്ള ഒരു വില കുറച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 3,60,000 രൂപ കൊടുക്കാം.
15-16 രജിസ്റ്റർ വണ്ടി, നല്ല ക്വാളിറ്റി ബോഡി. ഈ റീപ്ലേസുകളൊക്കെ ഉണ്ടെങ്കിലും നല്ല ബോഡി ക്വാളിറ്റി, എഞ്ചിൻ ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി, കണ്ടീഷൻ വണ്ടി. ലോൺ ചെയ്യാൻ പറ്റിയ ഇതിമൊക്കെ 3 രൂപന്റെ മുകളിൽ തന്നെ ലോൺ ചെയ്യാം. അടുത്തായിട്ട് വീണ്ടും ഒരു ചെറുവണ്ടി തുടങ്ങാം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2017 മോഡൽ LXi Alto 800. ഓണർ സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 48,000 കിലോമീറ്റർ. 48,000. സർവീസ് കമ്പനിയിൽ 2-3 സർവീസ് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ഔട്ട് സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. നമ്മൾ ഇന്ത്യ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ ചെയ്തിട്ടില്ല, എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. AC ഒക്കെ പക്കല്ലേ? പക്ക AC, ഫുൾ കണ്ടീഷൻ, എല്ലാ ഭാഗങ്ങളും പക്കാന്ന് പറയാല്ലേ? അതെ അതെ. എത്ര കൊടുക്കാം? 2,65,000 രൂപ. 2,65,000 കൊടുക്കാം. 2017 LXi 48,000 സിംഗിൾ ഓണർ വണ്ടി. മാക്സിമം ലോൺ ചെയ്തൂടെ? ഒരു 80% ലോണും കയറുന്ന വണ്ടിയാണ്. ഇപ്പൊ വീണ്ടും ഒരു ചെറുവണ്ടി പരിചയപ്പെടാം. i10 ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2014 മാഗ്ന i10 മാഗ്ന. i10 മാഗ്ന 14. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 58,000. 58,000 കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വരുന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല, മേജർ ആക്സിഡൻസ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർ ഒരു ഏകദേശം 80-90% ടയറും ഉണ്ട്. ഇന്റീരിയർ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവർ തൊട്ട് ഒരുപാട് ചെയ്തൊരു വാഹനമാണ്. എത്ര ഇതിന് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മള് 2,85,000 രൂപ. 2,85,000 അതെ. ലോൺ ചെയ്യാൻ 2014 മോഡൽ മാഗ്ന ലോൺ ചെയ്യാൻ പറ്റില്ല? ഒരു 80% ലോൺ 80% ലോണും കയറ്റാട്ടോ. ഓക്കെ. അപ്പൊ വീണ്ടും നമുക്കൊരു ആൾട്ടോ പരിചയപ്പെടാം. എത്രയായിരുന്നു മോഡൽ? 2015 മോഡൽ. 15 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 1 lakh ഓടി. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണോ? സർവീസ് ഇപ്പൊ റെഡിയില് കമ്പനി സർവീസ് അല്ല, മുമ്പ് വരെ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇന്ത്യൻ സൈഡിലോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനമാണ്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു വാഹനം. എത്രയാണ് ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മള് 2,30,000 രൂപ ആസ്കിംഗ് പ്രൈസ്. 2,30,000 കൊടുക്കാം. ചെറുതായിട്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തി തരും. ലോൺ കിട്ടും? ഇനി ലോൺ കിട്ടും. 2 ലക്ഷം രൂപന്റെ 1,80,000 ലോണും ചെയ്യാം. മാക്സിമം ഒരു ഫുൾ ലോൺ കയറ്റി കൊടുക്കാൻ പറ്റിയ ഒരു ആൾട്ടോ. ഏകദേശം ലോൺ 1,80,000 പ്രതീക്ഷിച്ചാൽ മതി. 1,80-1,85. ഒരു 10-20 രൂപ കാണുകയാണെങ്കിൽ 20-25 രൂപ 30 രൂപ ഒക്കെ കാണുകയാണെങ്കിൽ സുഖമായിട്ട് ഒരു ആൾട്ടോ ഇറക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു റിഡ്സ് പരിചയപ്പെടാം. അത് പെട്രോളാ ഡീസലാ? പെട്രോൾ ആണ്. 2016 മോഡൽ LXi റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അതെ, ഒരു 6 കൊല്ലമായിട്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. തേർഡ് ഓണർ, ഇവിടെ സെക്കൻഡ് ഓണർ ആണ് വരുന്നത്, അവിടെ ഫസ്റ്റ് ഓണറും, അങ്ങനെ തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 80 ചില്ലാനാണ് കിലോമീറ്റർ, 93,000 കിലോമീറ്റർ. സോറി, അതെ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ വിലക്ക് കൊടുക്കാൻ കഴിയും. ഇന്ത്യയിലൊക്കെ തരക്കേടില്ലാത്ത ക്വാളിറ്റി ഇന്ത്യൻ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര കൊടുക്കാം? 2,85,000 രൂപ. 2016 LXi റീ രജിസ്ട്രേഷൻ വണ്ടി. 2,85 പെട്രോൾ. 2,85 നമുക്ക് റിഡ്സ് പെട്രോൾ സ്വന്തമാക്കാൻ. കുറച്ച് മോഡൽ കൂടിയ റിഡ്സ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു രാജാവിനെ തന്നെ പരിചയപ്പെടാം. ഒരുപാട് ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള സ്വിഫ്റ്റിലെ. ഇത് ഡീസല് കുറഞ്ഞ കിലോമീറ്റർ ഓട്ടാം. 60 ചില്ലാണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ ആണ്. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റി വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. സർവീസ് ഒക്കെ അല്ലേ? സർവീസ് ഒക്കെ പക്ക സർവീസ്. VDI ഓപ്ഷൻ ഡീസൽ വണ്ടി. ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ പക്കയാണ് കേട്ടോ. ഒരുപാട് ഫിറ്റിംഗ്സ് ഒരു 10-30 റുപ്യന്റെ ഫിറ്റിംഗ്സ് വണ്ടിമേ. ഡീസലാണ് വേരിയന്റ്. ഒരു 20ന്റെ മുകളിൽ എന്തായാലും മൈലേജ് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഇന്ത്യയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. വലിയൊരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക കുറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത വാഹനമാണ്. എത്രയാണ് ഇതിന് ആസ്കിംഗ് പ്രൈസ്? നമുക്ക് 7 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. അതെ, ഡീസൽ വണ്ടി 60,000 മാത്രം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള വണ്ടി. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ഒരു 80% ലോൺ ചെയ്യാം. 80% ലോണും ചെയ്യാട്ടോ. ഓക്കെ. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ റേറ്റ് ഒന്നും ഫിക്സ്ഡ് റേറ്റ് അല്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്തു തരും. പിന്നെ മാക്സിമം ലോണും തരും കേട്ടോ. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുമായിരിക്കും. ഗുഡ് ബൈ.